ഹലോ ഗൈസ്, അപ്പോൾ നമുക്കിന്ന് നല്ല ചെമ്മീൻ ചോറ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഫ്രഷ് ആക്കിയ ചെമ്മീൻ, അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ആക്കിയത് അതൊക്കെ എടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. പിന്നെ അതിൻ്റെ തലഭാഗവും ഞാൻ എടുത്തിട്ടുണ്ട്, അത് നല്ല കഴുകി വൃത്തിയാക്കി ഇതേപോലെ തന്നെ ചെയ്തിട്ട് ഇത് രണ്ടും കൂടി മിക്സ് ആക്കിയിട്ട് പൊരിച്ചെടുക്കുക. അത് എന്നിട്ട് പൊരിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ മാറ്റി വെക്കുക. എന്നിട്ട് ആ ഓയിലിൽ തന്നെ നമുക്ക് ഈ കറുവപ്പട്ട, ഏലക്കായ്, ഗ്രാമ്പൂ, തക്കോലം അതൊക്കെ ഇടുക. പിന്നെ അതിലേക്ക് 3 സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. അത് നന്നായി വഴറ്റിയെടുക്കുക. ആ ഓയിലിൽ തന്നെ ആക്കുന്നത് കൊണ്ട് വേറെ മുളക് പൊടിയോ ഒന്നും കാര്യങ്ങളോ ഇടേണ്ട ആവശ്യമില്ല. മസാലപ്പൊടികളൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് ഇടേണ്ടതാണ്. ഒന്ന് വഴണ്ടി വരുമ്പോൾ 2 തക്കാളിയും ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയതും ഉപ്പും കൂടി ചേർത്തിട്ട് ഇതാ നല്ലോണം വഴറ്റിയെടുക്കുക. അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുക. അത് നല്ലോണം വഴറ്റിയെടുക്കുക. ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. ചിലവർ മല്ലിപ്പൊടി ഒന്നും ഇടാറില്ല, പക്ഷെ ഞാൻ ഇടാറുണ്ട്. ഈ ചെമ്മീൻ ചോറ് ഓരോരുത്തരും ഓരോ സ്റ്റൈലിലാണ് ഉണ്ടാക്കുക. അപ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ ഗരം മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. അതിലേക്ക് ചോറിന് ആവശ്യമായ വെള്ളം ഒഴിച്ച് കൊടുക്കുക. ആദ്യമേ അരിയിട്ടിട്ട് വറുത്തതിന് ശേഷം വെള്ളം ഒഴിച്ച് കൊടുക്കാവുന്നതുമാണ്, പക്ഷെ ഞാനിങ്ങനെ ചെയ്തത്. പിന്നെ അരി ഇടുന്ന വീഡിയോ എൻ്റെ അടുത്ത് നിന്ന് പോയി, അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ കാണിച്ചു തന്നത്. ഇനി ഇത് വേവിക്കാൻ വേണ്ടിയിട്ട് സമയം കണ്ടെത്താം. അങ്ങനെ വെന്ത് കഴിഞ്ഞാൽ ഇതുപോലെ നേരത്തെ പൊരിച്ച് മാറ്റി വെച്ച ചെമ്മീൻ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതാ നമ്മളെ നല്ല ചെമ്മീൻ ചോറ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ ഓക്കെ, ബൈ.